ഇന്നൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ സൺസ്ക്രീൻ ആണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു ടിൻഡഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് ഞാൻ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലെ പാലറ്റിലെ 2 ഷെയ്ഡ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ അങ്ങ് മിക്സ് ചെയ്തിടുവാണ്. ഇതൊന്നും കറക്റ്റ് രീതിയല്ല, എൻ്റെതായ ഒരു രീതിയാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഹൈലൈറ്റർ ആണ് ചീക്സിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതൊരു കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. അതിട്ടിട്ട് വലിയ കളർ വന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട്, ഒരു പിങ്കിഷ് ഷെയ്ഡ്. അത് ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്ലഷ് ആയിട്ടൊക്കെയാണ് ഇടാറ്. അതും ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോഴേക്കും നല്ല ഒരു പിങ്കിഷ് ലുക്കൊക്കെ വന്നു. പിന്നെ ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണിന്റെ മേളിലും താഴെ നല്ലോണം എഴുതി കൊടുക്കാം. സോ കണ്ണിന്റെ താഴെ ഞാൻ ഈ ഒരു മാമ എർത്തിന്റെ കാജൽ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇത് നല്ലൊരു കാജലാണ്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഓൾസോ ഇത് നല്ല സ്മജ് പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇനി കണ്ണിന്റെ മേളിൽ നമുക്ക് ഈ ഒരു ഐലൈനർ യൂസ് ചെയ്ത് എഴുതി കൊടുക്കാം. അത് ഞാൻ പോയി കണ്ണാടി നോക്കിയിട്ട് എഴുതി. ഇതിൽ നോക്കി എഴുതി കഴിഞ്ഞാൽ വേറെ വല്ലതും ആയിപ്പോവും. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ആണ് ഫസ്റ്റ് ഇട്ട് കൊടുത്തത്. അത് ഫേസസ് കാനഡയുടെ കൊക്കോ ക്രഷ് ആയിരുന്നു ഷെയ്ഡ്. എന്നിട്ട് ഞാൻ ഈ ഒരു ഇൻസൈറ്റിന്റെ ലിപ് ഗ്ലോസ് കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഒരു ചുമന്ന പൊട്ടോടെ തൊട്ടു. അപ്പോഴത്തേക്കും എന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യണേ.